2024 അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേഗം നോക്കാം. സോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? പാരന്റ് കൈമ ഇസ് ലിവിംഗ് ബട്ട് കൂളന്റ് കൈമ ഇസ് ഡെഡ് ടിഷ്യൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എടുത്തിരിക്കുന്നത് എന്താണ്? ജിംനോസ്പേംസ് ലാക്ക് സൈലം വെസൽസ് ബട്ട് പ്രസൻസ് ഓഫ് സൈലം വെസൽസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻജിയോസ്പേം. നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. മീൻസ് 24 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം പാരന്റ് കൈമ ലീവിംഗ് ആണ്, അത് കറക്റ്റ് പാർട്ടാണ്. പക്ഷെ കോളൻ കൈമ എന്ന് പറയുന്നതും എന്താണ്? അറ്റ് മെച്യൂരിറ്റി ലീവിംഗ് ആയിട്ടുള്ള ടിഷ്യൂ തന്നെയാണ്. സ്ക്ലീറൻ കൈമയാണ് ഡെഡ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഫസ്റ്റ് പാർട്ടില് എന്താണ്? സെക്കൻഡ് ഒരു കോളൻ കൈമേന്റെ കാര്യം കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 2 ജിംനോസ്പേമിൽ എന്താണ്? സൈലം വെസൽസ് കാണുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം, അത് കറക്റ്റ് ആണ്. അതുപോലെ ആൻജിയോസ്പേമിലാണ് സൈലം വെസൽസ് കാണുന്നത്, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷനിൽ ഏതാ കറക്റ്റ് വരുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are true, അതല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are false, അതുമല്ല. സി എന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 is true but statement 2 is false എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുമല്ല. അടുത്തത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 is false but statement 2 is true. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിൽ വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.